ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ കത്തിരിയും മുട്ടയും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് റെസിപ്പിയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കത്തിരിയും മുട്ടയും കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിക്ക് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കി വെക്കണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ എന്നും ഇത് തന്നെ ആയിരിക്കും കേട്ടോ ചപ്പാത്തിയുടെ സൈഡ് ഡിഷ്. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള കത്തിരിക്ക 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ കത്തിരിയെല്ലാം അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. കത്തിരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണേ. അപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് മറു സൈഡും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 സൈഡും നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസുള്ള 3 തക്കാളിയാണ്. അപ്പോൾ അത് ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേപോലെ പാനിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാമേ. കത്തിരിക്കയും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് കത്തിരി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മുട്ടയൊക്കെ കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചോറിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരെണ്ണം മാത്രം മതി കേട്ടോ. നല്ലോണം നമുക്ക് ചോറ് കഴിക്കാനായിട്ടും പറ്റുമേ. അപ്പോൾ തക്കാളിയും മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിന്ന് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് തക്കാളിയും കത്തിരിയും ഒരു പാത്രത്തിലാക്കി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാമേ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഫുള്ളായിട്ട് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്ത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ല മണമാണ് കേട്ടോ അതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും. അപ്പം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മണം കണ്ടല്ലോ, സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കത്തിരിക്കയും തക്കാളിയും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാതെ നമുക്ക് നല്ലോണം അതങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാമേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടത് നല്ലോണം അതൊക്കെ നിറമൊക്കെ ഒന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 മുട്ട അത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ 2 എടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ എടുക്കാമേ. അപ്പം 2 മുട്ട നമുക്ക് ഇതിലോട്ടങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം അങ്ങ് ചിക്കി എടുക്കാം കേട്ടോ. നമ്മൾ തോരനൊക്കെ എടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വളരെ സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടെയാണ്. അതുമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ചോറിനൊപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിലും 2 കത്തിരി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ കണ്ടല്ലോ, മുട്ടയൊക്കെ നല്ലോണം ഒന്ന് ആ ഈർപ്പമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ
മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ ഇടാൻ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഒരു 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കത്തിരിക്കയും തക്കാളിയും തമ്മിലുള്ള പേസ്റ്റ് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും മുട്ടയും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും. അതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ചെറിയൊരു റെഡിഷ് കളറായിട്ടൊക്കെ വരികയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പം കറിക്ക് ആവശ്യം അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കത്തിരിക്കയും മുട്ടയൊക്കെ തമ്മിലുള്ള നല്ലൊരു കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയിലയോ നമ്മുടെ കയ്യിലുള്ള ചെയ്യാം. നമുക്ക് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചോറിനോടൊപ്പമാണ് കേട്ടോ ഇത് എടുക്കുന്നത്. ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് കുറച്ച് ചോറെടുക്കാം. ചോറിനോടൊപ്പം ഒരു കറിയും കൂടെ വെച്ച് ഒന്ന് കഴിക്കാം കേട്ടോ. ഇനി ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വിരകിയെടുത്താൽ സൂപ്പറാണ്. മസ്റ്റ്